ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടൻസിയിൽ നമ്മൾ ഒരുപാട് ഫോർമുലാസ് പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഥവാ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഫോർമുലാസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ദ ഫൗണ്ടേഷൻ ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അഥവാ നമ്മൾ പഠിച്ച കോർ ഫോർമുലയാണ് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി അല്ലെ. ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി ആണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസിൽ നമ്മുടെ അക്കൗണ്ട്സിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, ഓണേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഇക്വിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ടോട്ടൽ എന്ത് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ. ഇനിയിപ്പോൾ നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അസറ്റ് എന്ന് പറയുന്നത് റിസോഴ്സസ് ഓൺഡ് ബൈ ദ ബിസിനസ്. ആ ഒരു ബിസിനസ് ഓൺ ചെയ്യുന്ന റിസോഴ്സസ്, അത് ക്യാഷ് ആയിക്കോട്ടെ, ഇൻവെന്ററി ആയിക്കോട്ടെ, എന്തെങ്കിലും പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട്സ് റിസീവ് നമുക്ക് റിസീവ് ചെയ്യാനുള്ള എന്തെങ്കിലും എമൗണ്ട് ആയിക്കോട്ടെ, ഇതാണ് നമ്മൾ നോർമൽ അസറ്റ്സ് ആയിട്ട് ഇതിലാണ് നോർമൽ നമ്മൾ അസറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് അതിൽ വരുന്നത് ലയബിലിറ്റീസ് ആണ് അല്ലെ. എന്താണ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡെബ്റ്റ്സ് ഔട്ട് ടു ഔട്ട്സൈഡേഴ്സ് അല്ലെ. ഔട്ട്സൈഡ് ബാങ്ക്, ഇപ്പം ബാങ്ക് ലോൺ ആവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അക്കൗണ്ട്സ് പേയബിൾ നമ്മൾ കൊടുക്കാനുള്ളതാവാം, അല്ലെങ്കിൽ അക്രൂഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസുകളാവാം. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, ലയബിലിറ്റീസ് ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഓണേഴ്സിന്റെ റെസിജ്വൽ ക്ലെയിം അല്ലെ. ഇപ്പം അവർക്കുള്ള ലയബിലിറ്റീസ്, അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാപിറ്റല്, അവർക്കുള്ള റീറ്റൈൻഡ് ഏർണിങ്സ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ഇതൊക്കെയാണ് നമുക്ക് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ ഓണേഴ്സ് ഇക്വിറ്റി ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും ഫസ്റ്റ് വൺ അല്ലെ, അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് നെറ്റ് പ്രോഫിറ്റ് ഫോർമുല എന്ന് പറയുന്നത് അല്ലെ. അഥവാ ഒരു ബിസിനസിന്റെ സക്സസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്, ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് ഫോർമുല വെച്ചിട്ടാണ്. എങ്ങനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്, റവന്യൂ മൈനസ് എക്സ്പെൻസസ് അല്ലെ. നമുക്ക് കിട്ടിയിട്ടുള്ള റവന്യൂവിൽ നിന്ന് നമുക്ക് ചെലവായിട്ടുള്ള എക്സ്പെൻസുകൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അല്ലെ. എല്ലാ ഓപ്പറേഷണൽ കോസ്റ്റുകളും ടാക്സുകളും അതുപോലുള്ള എല്ലാ എക്സ്പെൻസുകളും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ടോട്ടൽ എക്സ്പെൻസിൽ അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂവിൽ നിന്ന് എക്സ്പെൻസസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ കിട്ടുന്നതിനാണ് കമ്പനിയുടെ റിയൽ പ്രോഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ ലോസ് ചെയ്യുമ്പോഴാണ് അത് റിയൽ ലോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു ഫോർമുലാസ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്? ഒന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഫൈനാൻഷ്യൽ ആക്യുറസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അല്ലെ. അഥവാ എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഇന്റഗ്രേറ്റ് ചെയ്ത് എറേഴ്സുകളെയൊക്കെ റെക്ടിഫൈ ചെയ്ത് ആ കമ്പനിയുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫൈനാൻഷ്യൽ ആക്യുറസി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലെ. എന്തെങ്കിലും അനാലിസിസ് നടത്തണം എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ബിസിനസിന്റെ പുതിയ പുതിയ ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇവാലുവേഷൻസ് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുലാസ് ഒക്കെ നമ്മൾ എന്താക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നീട് പറയുന്നത് നമുക്ക് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആണ് എല്ലാ സ്ഥലത്തും. ഇപ്പം ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും, ഒരു ബിസിനസ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും, ഒരു ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും, ഇത് ബോത്ത് എല്ലാ ഫോർമുലാസും എന്താണ്, ഈക്വലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോർമുലയാണ് എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടൻസിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇക്വേഷൻസ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്.